കേദാർനാഥ് പുണ്യതീർത്ഥാടന യാത്രയ്ക്കൊരുങ്ങി വിശ്വാസികൾ. ക്ഷേത്രം മെയ് 10 തീർത്ഥാടനത്തിനായി തുറന്നുകൊടുക്കും. വർഷത്തിൽ ഒരിക്കലാണ് കേദാർനാഥ് വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കാറുള്ളത്. മെയ് 6 പഞ്ചമുഖി ഡോളി പുറപ്പെടുന്നതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമാകുക. മെയ് 9 വൈകുന്നേരം യാത്ര കേദാർനാഥ് ഡാമിൽ എത്തും. ശൈത്യകാലത്തിന് മുന്നോടിയായി 2023 നവംബർ 15 കേദാർനാഥ് ക്ഷേത്രം അടച്ചത്. പിന്നീട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ഷേത്രം വീണ്ടും തുറക്കും. ശൈത്യകാലത്ത് ക്ഷേത്രം അടച്ചിട്ടിരിക്കുമ്പോൾ വിഗ്രഹം ഉക്കിമണ്ടിലേക്ക് മാറ്റുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീണ്ടും കേദാർനാഥ് ഡാമിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് രീതി. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച കാരണം കേദാർനാഥ് ഡാമിലേക്കുള്ള എല്ലാ വഴികളും 6 മാസത്തേക്ക് അടയ്ക്കും. എല്ലാ വർഷവും മഞ്ഞുകാലത്ത് ഭായ്പൂജ് പ്രമാണിച്ച് ദീപാവലിക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞ് കേദാർനാഥ് ഡാം അടയ്ക്കും. പിന്നീട് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ ക്ഷേത്രം വീണ്ടും തുറക്കുന്നതാണ് രീതി. കേദാർനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ 11ാമത്തെ ജ്യോതിർലിംഗമാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരും തീർത്ഥാടകരും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ചാർധാം യാത്രയുടെ ഭാഗമാണ് ഈ തീർത്ഥാടനം. യാത്രയ്ക്കിടെ ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി തുടങ്ങി ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യകേന്ദ്രങ്ങളും സന്ദർശിക്കാം. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.